എറണാകുളം കുന്നത്തുനാട്ടിലെ അനധികൃത നായ വളർത്തൽ കേന്ദ്രത്തിനെതിരെ ഇന്നും പ്രതിഷേധം. നായകളെ കോലഞ്ചേരി ABC കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് PV ശ്രീനിജൻ MLA പറഞ്ഞു. അമൽ സുരേന്ദ്രൻ ആ വാർത്തകൾ വരുമ്പോൾ അമൽ ഒന്ന് രണ്ട് മെസ്സേജുകൾ കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോരുത്തരായി ഈ നായ കേന്ദ്രത്തിൽ പറയുന്നുണ്ട്, വല്ലാത്ത ദുർഗന്ധമാണ് എന്ന് പറയുന്നുണ്ട്. വീട് വാടകയ്ക്ക് താമസിക്കാനാണ് വാടകയ്ക്ക് എടുക്കുകയും അവിടെ നായ്ക്കളെ പാർപ്പിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് അവിടുത്തെ പരാതി. എന്താണ് അവിടുത്തെ കാഴ്ച അമൽ? ഹാഷ്മി, രൂക്ഷമായ ദുർഗന്ധത്തിൽ ഇവിടെയെങ്ങും നിൽക്കാൻ നമുക്ക് പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ സ്ഥിതി പ്രത്യേകിച്ചും പറയേണ്ടതില്ല. രാപകലുകളില്ലാതെ ഇവിടുത്തെ നായകളുടെ ശല്യം കാരണം, അവയുടെ കുര കാരണം ഇവിടുത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. അവർക്ക് സ്വൈര്യമായിട്ട് ഇവിടെ ജീവിക്കുവാൻ സാധിക്കുന്നില്ല. ഒരു മാസമായുള്ളൂ അനധികൃതമായിട്ട് ഈ ഒരു വെമ്പള്ളിയിലെ ഈ ഒരു വാടക വീട്ടിൽ ഇവിടെ ഒരു അനധികൃതമായി ഈ തെരുവ് നായ്ക്കളെ കൊണ്ടുവന്ന് 42ഓളം തെരുവ് നായ്ക്കളെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കുകയും അവയ്ക്ക് തീറ്റ കൊടുക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിയമവിരുദ്ധമായി തന്നെയാണ് ഈ തെരുവ് നായ്ക്കളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം പഞ്ചായത്തിന്റെയും മറ്റ് ആരോഗ്യ വകുപ്പുകളുടെയും നിഷ്കർഷിച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിന്റെ എല്ലാം ഘടകവിരുദ്ധമായിട്ടുള്ള നിലയിലാണ് ഇവിടെ നായകളെ പാർപ്പിച്ചിരിക്കുന്നത്. അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശുചിയായിട്ടുള്ള ഭക്ഷണമല്ല, അല്ലെങ്കിൽ 5 നായ്ക്കളെ മാത്രമേ ഇവിടെ വളർത്താൻ സാധിക്കുകയുള്ളൂ എന്ന നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് 42 നായ്ക്കളെ, അതും ഇത്രയും ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടിനകത്ത് നായ്ക്കളെ താമസിപ്പിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. ഈ വീട്ടുടമസ്ഥനെയും വീട്ടുടമസ്ഥന്റെ ബന്ധുക്കളെയോ ആരെയും ഈ വീടിന്റെ മതിലകത്തേക്ക് കടക്കാൻ ഈ ഇവിടെ വാടകയ്ക്ക് ഈ വീട് എടുത്തിരിക്കുന്ന താമസത്തിനാണ് എന്ന വ്യാജേന പട്ടികളാണോ ജനാർദ്ദനൻ സമ്മതിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും 2 നില വീടാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വലിയൊരു ഞെട്ടലാണ് തോന്നുന്നത്. നായ്ക്കളെ വളർത്തേണ്ടത് കൂട്ടിലാണ്, വീടിന്റെ അകത്തല്ല. പക്ഷേ ഇവിടെ ഈ ഒരു 2 നില വീടിന്റെ ഉള്ളിലാണ് നായ്ക്കളെ ഇട്ട് വളർത്തുന്നത്. അവയെ വളർത്തുന്നത് മാത്രമല്ല, രൂക്ഷമായ ദുർഗന്ധവും മലിനീകരണവും നിയന്ത്രിക്കുവാനുള്ള യാതൊരു നടപടിയും ഇവിടെ ഇല്ല എന്ന് നമുക്കറിയാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് മൃഗസ്നേഹികളുടെയും നാട്ടുകാർക്കും ഇടയിലുള്ള ഒരു വാഗ്വാദം കുറെ നേരമായി ഇവിടെ തുടരുന്നുണ്ടായിരുന്നു. ഈ രൂക്ഷമായ ഗന്ധത്തിന് ഇടയിലും നിൽക്കുമ്പോഴും മൃഗസ്നേഹികൾ എന്ന പേരിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഈ നായ്ക്കളെ വളർത്തുന്നത് അനുകൂലിക്കുന്ന ആളുകളുടെ പല രീതിയിൽ നാട്ടുകാരെ പ്രകോപിപ്പിക്കുവാനും അത് വീഡിയോ പകർത്തി കേസ് കൊടുക്കുവാൻ, നാട്ടുകാർക്കെതിരെ തെളിവ് ശേഖരിക്കുവാനുള്ള ശ്രമമാണ് മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന ആളുകളുടെ ഭാഗത്തുനിന്നും. ഇവിടെ അത് ആരുടെ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആരാണ്? അത് ഈ മൃഗസ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണോ അതോ വ്യക്തികളാണോ? ഈ എന്തുവാണോ ഒരു ബക്കറ്റ് കൊണ്ടുപോകുന്നതും കയർക്കുന്നതൊക്കെ ചേച്ചി ആരാ? വെമ്പള്ളി ഭാഗത്ത് താമസിക്കുന്ന ജോർജ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. ജോർജ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള, വെമ്പള്ളി സ്വദേശിയായ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള 2 നില വീടാണ് കോന്നി സ്വദേശിയായിട്ടുള്ള വീണ ജനാർദ്ദനൻ എന്ന വ്യക്തി വാടകയ്ക്ക് എടുത്തത്. അപ്പോൾ എഗ്രിമെന്റ് വെച്ചിരുന്നത് ഈ വീടിനുള്ളിൽ 4 നായ്ക്കളെ വളർത്താൻ തങ്ങൾക്ക് അനുമതി നൽകണം എന്നൊരു എഗ്രിമെന്റ് ഈ വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ഈ വീണ ജനാർദ്ദനൻ ക്ലോസ് ആയി വെച്ചിരുന്നു. എന്നാൽ 4 അല്ല 40 നായ്ക്കളെയാണ് ഇവിടെ വളർത്തുന്നത്. ഇങ്ങനെ വളർത്തുവാൻ വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള നിയമ നടപടികളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ലൈസൻസോ ഈ വീണ ജനാർദ്ദന് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ പലതരത്തിലുള്ള സുപ്രീം കോടതിയുടെ അടക്കമുള്ള മൃഗസ്നേഹപരമായിട്ടുള്ള പല ഓർഡറുകളെയും ദുരുപയോഗം ചെയ്യുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് മറ്റ് ചില തൽപര കക്ഷികളും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുവാൻ തൽക്കാലം നമുക്ക് നിർവാഹകമുള്ളൂ. കാരണം അവർക്ക് അങ്ങേയറ്റം ജീവിതം അസഹ്യമായ ഒരു അവസ്ഥയാണ് ഇവർ പരാതിപ്പെട്ടത്. തദ്ദേശ വകുപ്പിനോടും ആരോഗ്യ വകുപ്പിനോടും അടക്കം ജില്ലാ ഭരണകൂടത്തോടക്കം അവർ ഇതിനോടകം രേഖാമൂലം തന്നെ പരാതികൾ അറിയിച്ചു. ചേച്ചിമാർക്ക് നിൽക്കുന്നുണ്ടല്ലോ, അവർ ആ വീട്ടിൽ സ്ഥിരം താമസക്കാരാണോ പറഞ്ഞേക്കണേ? കളക്ടർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ആഡിയോട്. ഹാഷ്മി, അവർ ഒരിക്കലും ഈ വീട്ടിലെ താമസക്കാരല്ല. അതിൽ ഒരാൾ ഇവിടുത്തെ കെയർടേക്കറാണ്. ഈ കെയർടേക്കറാണ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാനും മറ്റുമായിട്ട് രാവിലെ വരും, വൈകുന്നേരം സന്ധ്യ മയങ്ങിയ ശേഷം ഇവിടെ നിന്ന് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഈ കെയർടേക്കർക്ക് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് തീർച്ചയായിട്ടും ആ ഒരു കുട്ടി ഒട്ടും തന്നെ സ്കൂളിൽ പഠിക്കുന്ന, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ നായ്ക്കൾക്കിടയിലാണ് വളരുന്നത്. അവരെ വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, ആ കുട്ടിക്ക് വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്ന നാട്ടുകാരുടെ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെയും യാതൊരു തരത്തിലുള്ള പരിഗണനയും കൂടാതെ നാട്ടുകാരോട് തട്ടിക്കയറുവാനും നിങ്ങളെ പട്ടി കടിച്ചാൽ ഞങ്ങൾക്കെന്ത് എന്ന രീതിയിൽ നാട്ടുകാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുവാനുമാണ് മൃഗസ്നേഹികൾ എന്ന പേരിൽ ഇവർ നടത്തുന്നത്. ഏതായാലും
ഇത് നാട്ടുകാരുടെ ഒരു ജീവൽ പ്രശ്നമായി മാറുമ്പോൾ തന്നെ ഇവിടുത്തെ അല്ല അമൽ, അത് ഈ പറയുന്ന ഉത്തരവാദിത്തം ഇപ്പൊ ആ വീട്ടുടമയ്ക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. വീട്ടുടമ അവിടെ ഉണ്ടോ? അത് ഈ പറയുന്ന ആളുടെ വീടാണല്ലോ അത്. ഒരു വാടക എടുത്തവരല്ലേ? അതെ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ വീട്ടുടമയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വീട്ടുടമയും നാട്ടുകാരും ഈ കുന്നത്തുനാട് MLA ശ്രീനിജൻ അടക്കം ഇവിടെ എത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ വീടിനകത്തേക്ക് കടക്കുവാൻ ഈ വീട്ടുടമയെ പോലും ഇവർ അനുവദിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വീട്ടുടമയെ വീട് കാണാൻ അല്ലെങ്കിൽ ഈ വീടിന് എന്തെങ്കിലും ബലക്ഷയമുണ്ടോ, അതിന് എന്തെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടോ, വീട്ടിൽ എന്തെങ്കിലും മലിനീകരണം നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക സാധാരണ ഒരു വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു വീട്ടുടമയുടെ കടമയാണ്. പക്ഷെ അതിന് പോലും ഈ മതിലിന്റെ ഉള്ളിലേക്ക് വീട്ടുടമയെ കടക്കുവാൻ ഇവർ അനുവദിച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് വീട്ടുടമയെ ഈ വീട് കാണുവാൻ അനുവദിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ വീട് വാടകയ്ക്ക് എടുത്തവർ പറയുന്നത് അതിന്റെ ആവശ്യമില്ല, നിയമപരമായി ഈ വീടിപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്, അതിനാൽ തന്നെ വീട്ടുടമയെ ഞങ്ങൾ ഈ വീടിനകത്തേക്ക് കടത്തില്ല എന്നാണ് പറയുന്നത്. ഒരു അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ വീടിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് കാണിക്കുവാൻ, അല്ലെങ്കിൽ ഇന്നലെ RDO വന്നിരുന്നു, ഈ RDOനെ അടക്കം ഈ വീടിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്ന് കാണിക്കാൻ ഈ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആളുകൾ സമ്മതിക്കുന്നില്ല എന്നതാണ് അങ്ങേയറ്റം അതിശയകരമായ ഒരു കാര്യം. ഹാഷ്മി, ആ ചേച്ചിമാർ ദേഷ്യത്തിലാണ്. എറണാകുളം കുന്നത്തുനാട്ടിലാണ് ഈ അനധികൃത നായ വളർത്തൽ കേന്ദ്രത്തിനെതിരെ ഇന്നുമുള്ള പ്രതിഷേധം. നായകളെ കോലഞ്ചേരി ABC കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് PV ശ്രീനിജൻ MLA പറയുന്നുണ്ട്. അപ്പോഴും ആ വീട്ടിലുള്ളവർ അതിനോട് സഹകരിക്കാനും തയ്യാറാവുന്നില്ല. ഇഷ്ടംപോലെ പട്ടികൾ PV ശ്രീനിജൻ MLA ചെയ്യുന്നു. PV ശ്രീനിജൻ, രണ്ട് വലിയ നിലയിലാണ്, ഇഷ്ടംപോലെ പട്ടികളാണ്, വലിയ ദുർഗന്ധമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഒരു പരിഹാരം? പറയുന്നതല്ല അശ്മി, അത് സത്യാവസ്ഥയാണ്. ഞാൻ അവിടെ ഇന്നലെ പരാതി കിട്ടി കഴിഞ്ഞപ്പോൾ ഇന്നലെ ആ സ്ഥലത്ത് നേരിട്ട് സന്ദർശിക്കാൻ പോയതാണ്. സന്ദർശിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ നമ്മളൊരു 2 സ്ത്രീകളും ഒരു ചെറിയ കുട്ടിയും പിന്നെ 60 പട്ടികളാണ് ആ വീട്ടിൽ ഉള്ളത്. നമ്മളതിൽ കയറാൻ നോക്കിയില്ല. പിന്നെ നേരെ ഹെൽത്ത് ഇൻസ്പെക്ടറെയും പോലീസിനെയും വിളിച്ചു വരുത്തി ആ വീടിന്റെ ഇപ്പൊ വാടകയ്ക്ക് താമസിക്കുന്ന ലേഡിയുമായിട്ട് നേരിട്ട് സംസാരിച്ചു. സോ അവരുടെ അടുത്ത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങളിങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവരും പോലീസും ഒന്ന് അകത്ത് കയറി ഒന്ന് പരിശോധിക്കട്ടെ ഇതിൽ എന്താണ്. പക്ഷെ അവർ ഒരു കാരണവശാലും ഈ പോലീസിനെയോ മറ്റ് നമ്മൾ അതോറിറ്റീസിനെയോ ഒന്നും അകത്തേക്ക് കയറ്റാൻ അവര് സമ്മതിച്ചില്ല. നമ്മളിപ്പോ കേരള മുനിസിപ്പാലിറ്റി റൂൾസ് 1998 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പട്ടികളെ ഏതെങ്കിലും വീട്ടില് പരിപാലിക്കുന്നെങ്കിൽ പഞ്ചായത്ത് റൂൾസ് പ്രകാരം ലൈസൻസ് സെക്രട്ടറി ഇഷ്യൂ ചെയ്യണം. അത്തരത്തിൽ ഒരു ലൈസൻസും ഇവര് എടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാണിച്ചോട്ടെ, കുഴപ്പമില്ല. അവർ നിയമാനുസൃതമാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള റൂൾസും ഫോളോ ചെയ്യാതെയാണ് അവരിപ്പോ ഇങ്ങനെ ഇല്ലീഗലായിട്ട് തന്നെ ആണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്നലെ RDO വന്ന് സ്ഥലം പരിശോധിച്ചു. അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു നിയമവ്യവസ്ഥേനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പൊ അവരിങ്ങനെ ചിലപ്പോൾ അവരൊരു ജെനുവൻ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു റൂൾസും പ്രൊസീജിയറും ഫോളോ ചെയ്യണ്ടേ. അത് വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു MLA. എന്തായാലും അതിന് പരിഹാരം ഉണ്ടാവട്ടെ. ആ നാട്ടുകാർ വലിയ സ്മെല്ലാണെന്നും വലിയ ഇപ്പോൾ 60 പട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചില്ലറ എണ്ണമാണോ? അല്ല, അത് 2 ജനവാസ മേഖലയ്ക്ക് നടുവിലാണ് ഒരു വലിയ 2 നില വീട്. ആ 2 നില വീട്ടിൽ നിറയെ പട്ടികൾ, 40 പറയുന്നത്. MLA നേരത്തെ പറഞ്ഞ 60 പട്ടികളോളം ഉണ്ടെന്നാണ് പറയുന്നത്. അത് നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ലൈസൻസ് ഒന്നും എടുക്കാതെ നടത്തുന്നു എന്നതാണ് സംശയം. ആരെയും അകത്തോട്ട് കയറ്റാൻ തയ്യാറാവുന്നില്ല, സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. ആ വീട്ടുടമ, ഇവർക്ക് വാടകയ്ക്ക് വീട് കൊടുത്ത ആ വീട്ടുടമയ്ക്ക് ഉറപ്പായും അതിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിന് പരിഹാരം ഉണ്ടാവട്ടെ നാട്ടുകാരുടെ. ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ പട്ടികളോട് സ്നേഹം കാണിക്കണം, കരുണ കാണിക്കുന്നതിനോട് ഒന്നും പിഴവ് പറയുന്നില്ല. പക്ഷേ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് ആയിക്കൊണ്ട് ആവരുത് തെരുവ് നായകളോട് കാണിക്കുന്ന സ്നേഹം.